ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അതിശക്തമായി 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം ഇപ്രകാരമാകുന്നു: ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്. ശാസ്ത്രജ്ഞാനം, അർത്ഥം, ധനം, സുഖം ഇതൊക്കെ ഭജിക്കും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മിഥുനൻ രാശിയിൽ ബുധനോടുകൂടെ സൂര്യൻ നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു ഫലമാണ് തുലാൻ രാശിക്കാർക്ക് ഈ മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ ഉണ്ടാക്കുക. കഴിഞ്ഞ ഒരു മാസക്കാലമായി വളരെ ദുർബലമായി 8ാം ഭാവത്തിലായിരുന്നു സൂര്യൻ. ഇടവം രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലായിരുന്നു. അതിൽ നിന്നും വിഭിന്നമായി തൻ്റെ സമക്ഷേത്രത്തിൽ, സൂര്യൻ്റെ സമനാണ് ബുധൻ, തൻ്റെ സമക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകെ. മിഥുനത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വിദ്യയും ജ്യോതിഷവും ധനവും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാന്ത്രികമായ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായ സ്പിരിച്വലായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ, ജ്യോതിഷികളായാലും മന്ത്രവാദികളായാലും തന്ത്രികളായാലും, അവർക്ക് വളരെയധികം പഠിക്കുവാനും തങ്ങളുടെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുമുള്ളൊരു കരുത്ത്, അതാണ് പ്രധാനം. പഠിച്ച കാര്യം ഇംപ്ലിമെൻ്റ്, പ്രയോഗത്തിൽ വരുത്തുക, അദ്ദേഹമാകുന്നു പണ്ഡിതൻ. പ്രത്യേകിച്ച് 9ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഒരാത്മീയമായ ഉണർവ്, സ്പിരിച്വലിസം വളരെ കൂടുതൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി വളരെ കൂടുതലായി അനുഭവപ്പെടും ഈ ഒരു മാസക്കാലം എന്നറിയുക. കാരണം തുലാരാശിയുടെ സ്വഭാവം എന്താണ്? ദേവബ്രാഹ്മണ സാധു പൂജന രഥഃ. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ധാരാളം ലഭിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുക, പുതിയ ജോലി കിട്ടുക, അവിടെ അംഗീകാരം ലഭിക്കുക. കഴിഞ്ഞ ഒരു മാസക്കാലമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അവരുടെ അപ്രീസിയേഷൻ, അതൊക്കെ പൊടിമുട്ടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കരുത്ത് തുലാൻ രാശിക്കാർക്ക് കൈവരിക്കുന്ന സമയമാണ്. സ്വതവേ തുലാൻ രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അവരുടെ സമയം വളരെ അനുകൂലമായ
ഒരു വർഷമായിരിക്കും ഈ ജൂൺ മുതൽ വ്യാഴമാറ്റവും. ഞാൻ വളരെ വിശദമായി വ്യാഴത്തിൻ്റെ മാറ്റം തുലാം രാശിക്കാർക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി. വലിയ ഭയത്തിൻ്റെ ആശങ്കകൾ ഇവിടെ ഇല്ല. ദിവാനായികയെ ദുഷ്ടത കോണയാതെ ന ജാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഃ. ഒരിക്കലും മനസ്സിൻ്റെ ചിന്തകൾക്ക് അവസാനമില്ല. ചില ദുഷ്ടമായ ബുദ്ധികൾ പ്രവർത്തിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ചമത്കാര ചിന്താമണിയിൽ. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി. താൻ ഇഷ്ടമില്ലാതെ പ്രാർത്ഥന അല്ലെങ്കിൽ തപസ്സിന് പോകുന്നൊരവസ്ഥയുണ്ടാകും. തൻ്റെ ഇഷ്ടമില്ലാതെ മറ്റുള്ളവരുടെ പ്രേരണയാൽ തനിക്ക് പോകേണ്ടി വരും. തൻ്റെ മനസ്സമ്മതമില്ലാതെ തന്നെ തനിക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരും. അത്ര തൃപ്തിയായിരിക്കില്ല. ക്രിയാതുങ്കതാം. തൻ്റെ ജോലിയിൽ ഉയർന്ന അവസ്ഥയിലെത്തും. തപ്യതേ സഹോദരന. തനിക്ക് സഹോദരനാൽ ദുഃഖം വരും എന്നൊരു ഫലമുണ്ട്. ഇവിടെ തനിക്ക് സഹോദരങ്ങൾ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ സഹോദരന്മാർ തനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുക എന്നതൊക്കെ ഇവിടെ സംഭവിക്കും. കാരണം സൂര്യൻ 9ാം ഭാവത്തിൽ നിന്നുകൊണ്ട് എവിടത്തേക്ക് നോക്കുന്നു? 3ാം ഭാവത്തിലേക്ക്, സഹോദര ഭാവത്തിലേക്ക് നോക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പിതൃകാരകനാണ് സൂര്യൻ. ആ പിതൃകാരകനായ സൂര്യൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് അച്ഛന് നല്ലതല്ല. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയവും തുലാം രാശിക്കാർക്ക് ഈ ഒരു മാസം, ജൂലൈ മാസം 15ാം തീയതി വരെ അത്ര അനുകൂലമല്ല എന്നറിയുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ ഈ മാസം വളരെ നല്ലതാണ്. ശ്രാദ്ധം അല്ലെങ്കിൽ ബലിയിടുക. അടുത്ത മാസം കർക്കിടക മാസം വരികയും ചെയ്യാം. നന്നായി ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാ നന്മകളും തുലാം രാശിക്കാർക്ക് നേരുന്നു. നന്ദി, നമസ്തേ.